നമസ്കാരം. ലോകം ഇപ്പോൾ മറ്റൊരു മഹായുദ്ധത്തിന്റെ നിഴലിലാണ്. എല്ലാവരും ഭയപ്പെട്ടതുപോലെ പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ വൻ വ്യോമാക്രമണം നടത്തിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ട്രംപ് നൽകിയ 10 ദിവസത്തെ അന്ത്യശാസനം അവസാനിച്ചതോടെയാണ് ഈ മിന്നലാക്രമണം ഉണ്ടായത്. ഇതിന്റെ പ്രതിഫലനം സ്വർണ്ണവിപണിയിൽ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരള ചരിത്രത്തിൽ സ്വർണ്ണവില റെക്കോർഡുകൾ പഴങ്കഥയാക്കി കുതിക്കുന്നു. ഫെബ്രുവരി 28 ശനിയാഴ്ച പുലർച്ചെയാണ് ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രധാന നഗരങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ നടന്നത്. ഇറാന്റെ ആണവ നിലയങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഈ സൈനിക നടപടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഇറാൻ സർക്കാരിനെ താൻ ഏറ്റെടുക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനെ ലക്ഷ്യമിട്ടുള്ള പുതിയ സൈനിക നടപടി ഗർജിക്കുന്ന സിംഹം എന്ന് വിളിക്കപ്പെടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരെ നിരവധി ദിവസത്തെ ആക്രമണങ്ങൾ നടത്താൻ US സൈന്യം പദ്ധതിയിടുന്നുണ്ടെന്ന് വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാന്റെ തിരിച്ചടി ഭയന്ന ഇസ്രായേൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മധ്യപൂർവ്വ ദേശത്തെ US സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇറാൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ പ്രതികാര നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. യുദ്ധവാർത്തകൾ വിപണിയിലെത്തിയതോടെ സ്വർണ്ണവില നിയന്ത്രണമില്ലാതെ കുതിക്കുകയാണ്. യുദ്ധമുണ്ടാകുമ്പോൾ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്നും ഡോളറിൽ നിന്നും പണം പിൻവലിച്ച് ഏറ്റവും സുരക്ഷിതമായ സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റുന്നതാണ് വില വർധനവിന് പ്രധാന കാരണം. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം ഇപ്പോൾ ഔൺസിന് $5280 കടന്ന് മുന്നേറുകയാണ്. യുദ്ധം വരും ദിവസങ്ങളിൽ കടുക്കുകയാണെങ്കിൽ ഇത് $5500 മുകളിൽ വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. നിലവിൽ സ്വർണ്ണവില കുറയാൻ ഒരു സമാധാന ചർച്ച ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. വിപണിയിലെ ഈ അസാധാരണ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി പലപ്പോഴും വില മാറാൻ സാധ്യതയുണ്ട്. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാറ്റ്സ്.